ദൈവമേ എന്നോട് കൃപ തോന്നണമേ. അഭയം തേടുന്ന വിനാശത്തിന്റെ കൊടുക്കാറ്റ് കടന്നു പോണം. ഞാനങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. അങ്ങയിലാണു ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുക്കാറ്റ് കടന്നു പോകണം. ഞാനങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. കൃപയുണ്ടാകണമേ. ദൈവമേ എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ എന്നോട് കൃപ തോന്നണമേ. ദൈവമേ അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങും നിറയട്ടെ. ദൈവമേ അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങും നിറയട്ടെ. അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങനെയാണ് നിറയണേ? എങ്ങനെയാണ് നിറയണേ? നമ്മൾ ഓരോരുത്തരിലൂടെയുമാണത് നിറയണത്. ഇല്ല, നമുക്കൊന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ആത്മാവി പാടാം. നമ്മളിപ്പോൾ ആത്മാവി പരിശുദ്ധാത്മ എന്നുള്ള ഗാനം പാടിക്കൊണ്ട് വീണ്ടും നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിലൂടെ ലോകം മുഴുവനിലേക്കും പ്രസരിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വരദാനങ്ങൾ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവേ, സുവിശേഷ പ്രവർത്തനം നടത്തുന്ന പരിശുദ്ധാത്മാവേ, എനിക്ക് ജ്ഞാനം പകരുന്ന പരിശുദ്ധാത്മാവേ, എന്നെ പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നെ നീതീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തി പടരണമേ. എന്നിലുള്ള വിശ്വാസക്കുറവിനെ പരിഹരിക്കണമേ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. യേശു ക്രിസ്തുവിലുള്ള പൂർണ്ണമായ വിശ്വാസത്തിലേക്ക് എന്നെ നയിക്കണമേ. പരിശുദ്ധാത്മാക്കളെ, പരിശുദ്ധാത്മാവേ, ആത്മാക്കളെ വിവേചിക്കുന്നതിനുള്ള വരം നൽകണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, സഹനങ്ങളെ സ്വീകരിക്കുന്നതിനുള്ള ശക്തി നൽകണമേ. പരിശുദ്ധാത്മാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്നിൽ പ്രാർത്ഥിക്കണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, നമുക്ക് എഴുന്നേറ്റ് നിന്ന് പാടാം. എല്ലാവർക്കും ഈ പാട്ട് അറിയാം എന്ന് തോന്നുന്നു. കൈയടിച്ച് ശക്തിയോടെ ആവേശത്തോടെ വേണ്ടി വന്ന തുള്ളി ചാടി പാടണം. ചാടി ചാടി ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഹൃദയത്തിൽ വാഴുന്ന ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ,
നൽകണമേ. ജീവജലത്തിൻ നദിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ. ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ. ദൈവജനം ഞാൻ, ദൈവമകൻ ഞാൻ, ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ. ദൈവജനം ഞാൻ, ദൈവമകൻ ഞാൻ, ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. ദൈവവും മനുഷ്യരും ഒന്നായ പാപിയാകാൻ ദൈവസുതനായി മാറി. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാകാൻ ദൈവസുതനായി മാറി. പിതാവിനോടുകൂടെ പുത്രനോടുകൂടെ സ്വർഗ്ഗരാജ്യം തന്നെ. പിതാവിനോടുകൂടെ പുത്രനോടുകൂടെ സ്വർഗരാജ്യം തന്നെ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് നമ്മളിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. എന്റെ അല്പവിശ്വാസത്തെ അകറ്റണമേ. ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു. ശക്തിയോടെ അതരം തുറന്ന് വീണ്ടും ദൈവാത്മാവിന്റെ ആത്മാവിൽ ലയിച്ചു. പിതാവെന്നു ഞാൻ വിളിച്ചു. ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി അവന്റെ ആത്മാവിൽ ലയിച്ചു. പിതാവെന്നു ഞാൻ വിളിച്ചു. ദൈവാത്മാവിന്റെ ആത്മാവിൽ ലയിച്ചു. പിതാവെന്നു ഞാൻ വിളിച്ചു. വീണ്ടും വീണ്ടും ദൈവാത്മാവിന്റെ ആത്മാവിൽ ലയിച്ചു. പിതാവെന്നു ഞാൻ വിളിച്ചു. ദൈവാത്മാവിന്റെ ആത്മാവിൽ ലയിച്ചു. പിതാവെന്നു ഞാൻ വിളിച്ചു. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. ജീവജലത്തിൻ നദിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. 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 ജീവജലത്തിൻ നദിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ.
പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു തുളുമ്പുന്നു. പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം വരങ്ങൾ തരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് മാമോദീസായിലൂടെ ലഭിച്ചിരിക്കുന്ന വരങ്ങൾ നമ്മളിൽ പുഷ്പിക്കണം, തുറക്കണം. ഇറ്റ് ഷുഡ് ബ്ലോസം ഇൻ us. നമ്മളിന്ന് കേട്ട പിതാവിൻ്റെ പ്രഘോഷണത്തിൽ പരിശുദ്ധാത്മാവ് ജ്ഞാനസ്നാനത്തിലൂടെ നമ്മിലുണ്ട്. എന്നാൽ അത് വളർന്ന് പന്തലിക്കണം, പൂവിടണം. നമുക്കിപ്പോൾ മുഖാമുഖം തിരിഞ്ഞു നിന്ന് ഇന്നലെ പ്രാർത്ഥിച്ച പോലെയല്ല, ഒരാൾ അടുത്ത ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിന്നെ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അടുത്ത ആൾ ഈ ആദ്യത്തെ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോ 2 പ്രാവശ്യം പ്രാർത്ഥിക്കും. ഓക്കെ. ഇപ്പോൾ ഒരാൾ കൈ വിടർത്തി പിടിച്ചിങ്ങനെ നിൽക്കുന്നു, മറ്റേ ആൾ ആളുടെ തലയിൽ കൈവച്ചുകൊണ്ട് ആ വ്യക്തിയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ പുഷ്പിക്കുന്നതിന്, തുറക്കുന്നതിന്, അഭിഷേകമാവുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യെസ്. ശാല ഹല ഹല ബല 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 ബല. 3 പേർക്കും പ്രാർത്ഥിക്കാവുന്നതാണ്. 2 പേർക്കും അടുത്തൊരാളുടെ തലയിൽ കഴിച്ച ശാല ബല 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 ബല. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലുള്ള ആത്മാവിൻ്റെ വരദാനങ്ങൾ തുറക്കണമേ. ആത്മാവിൻ്റെ വരദാനങ്ങൾ തുറക്കണമേ. ലോക സുവിശേഷവൽക്കരണത്തിനായി, ലോകം മുഴുവനും മഹത്വപ്പെടുത്തുന്നതിനായിട്ട്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടുന്നതിന് ആത്മാവിൻ്റെ എല്ലാ വരങ്ങളും തുറക്കണമേ. ജ്ഞാനത്തിൻ്റെ വചനം, ദർശനവരങ്ങൾ, പ്രവചനവരങ്ങൾ, ഭാഷാവരങ്ങൾ തുറക്കണമേ. ഇനി മറിച്ച് വരയ്ക്കാം, മറിച്ച് പ്രാർത്ഥിക്കാം. മറ്റേ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഈ മകനിൽ, ഈ മകളിലുള്ള ആത്മാവിൻ്റെ എല്ലാ വരങ്ങളും തുറക്കട്ടെ, തുറക്കട്ടെ, തുറക്കട്ടെ.
വിശ്വസിക്കുക, വരദാനങ്ങൾ നമ്മളിൽ ഉണ്ട്. ഇപ്പം നമ്മൾ കണ്ടു, ഇന്നത്തെ സുവിശേഷത്തിൽ ഒരാൾ വന്നിട്ട് പറയാണ്, എൻ്റെ ഈ മകനിൽ ഒരു അശുദ്ധാരൂപിയുണ്ട്. അയാൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, എങ്കിലും ഇത് അശുദ്ധാരൂപിയാണെന്ന് വിവേചിച്ചറിയാനുള്ള വരം ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? വിവേചനത്തിൻ്റെ വരം. എന്നാൽ ആ സുവിശേഷ കാലഘട്ടത്തെ പോലെ അല്ല പന്തക്കൊസ്ത കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം. സുവിശേഷ കാലഘട്ടം പന്തക്കൊസ്ത കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ പന്തക്കൊസ്ത തിരുനാളിൻ്റെ അന്ന് പത്രോസ് പറഞ്ഞത് എന്താ? ജോയേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതാണിത്, അവസാന ദിവസങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവിനെ എല്ലാ മനുഷ്യരിലും വർഷിക്കും. ഇത് ക്രിസ്ത്യാനികളിൽ മാത്രമാണോ? എല്ലാ മനുഷ്യരും. അന്നൊറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല, അവിടെ കൂടിയിരുന്നവർ ക്രിസ്ത്യാനികളല്ലായിരുന്നു. ഈ അഭിഷേകം കിട്ടിക്കഴിഞ്ഞിട്ടല്ലേ അവർ മാമോദീസയിലേക്ക് വന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അത്രയ്ക്ക് ജനറസ് ആണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ഇത് ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. ഈസാ മസീഹ് ईसाइयों का निजी संपत्ति नहीं है. समझ में आया? അപ്പോൾ നമ്മളെല്ലാവരിലും ഈ വരങ്ങൾ ഉണ്ട്. എന്താണ് ഈ വരങ്ങൾ പ്രവർത്തിക്കാതിരുന്നതിൻ്റെ കാരണം? എന്താണ് കാരണം? എന്താണ് കാരണം? ഞാൻ പറഞ്ഞത് ഇത്രയും വേഗം നിങ്ങൾ മറന്നുപോയോ? ഫരിസേയൻ. നമ്മളിലുള്ള ഫരിസേയൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് എതിരാണ്. ഫരിസേയ സ്വഭാവം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കണം. പക്ഷെ ഇപ്പോൾ നമ്മളൊരു വിധത്തിൽ അത് മാറിയില്ലെങ്കിലും നമ്മൾ ഈ ഫരിസേയനെ മാറ്റണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു. കുറേയൊക്കെ മാറിയിട്ടുണ്ടാവും, കുറേയൊക്കെ തീരുമാനങ്ങൾ എടുത്തു. അപ്പോൾ ഇപ്പോൾ നമ്മളതൊന്ന് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഇപ്പം നിങ്ങളിലെല്ലാം പൂവിടുന്നത് കാണാൻ സാധിക്കും. നിങ്ങളിരിക്കാം. ഇപ്പം നിങ്ങൾ ഒരു എക്സസൈസ് ചെയ്യാൻ പോവാണ്, ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളടുത്തിരിക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ ചെയ്യുന്ന മാതിരി അടുത്തിരിക്കുന്ന ആളുടെ തലയിൽ കൈവച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവേ ഈ വ്യക്തിയെക്കുറിച്ച് എന്നോട് സംസാരിക്കണേ. അപ്പോൾ ദർശനങ്ങളായിട്ടോ ശബ്ദമായിട്ടോ ഇതെല്ലാം നമുക്ക് കിട്ടും. റിട്രീറ്റുന്നുണ്ട് അതിനകത്ത് MP3 അത് റെഗുലറായി അതിൻ്റെ 2 മാറ്റിയാൽ മതി. ഈ ധ്യാനത്തിൻ്റെ ഇതുവരെ ഉള്ളതെല്ലാം MP3 ഫയലാക്കി മാറ്റിയിരിക്കുന്നു. ഉച്ചവരെയുള്ളത് ഉച്ചയാകുമ്പോഴേക്കും റെഡിയായി അതിൻ്റെ മാസ്റ്റർ ഉണ്ടാക്കും. പിന്നെ ഞങ്ങൾ ദോശ ചുരുണമാതിരി CD അടിക്കും. നിങ്ങൾക്ക് കഴിയുമ്പോൾ മേടിച്ചു കൊണ്ടുപോകാം. എവിടെയെങ്കിലും നിങ്ങൾക്കിങ്ങനെ കിട്ടിയിട്ടുണ്ടോ? ഈ ധ്യാനത്തിൻ്റെ CD ഈ ധ്യാനത്തിൽ തന്നെ കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദർശനമാവും. അപ്പോൾ ദർശനവരം എന്ന് പറഞ്ഞാൽ അതിൽ 2 വരങ്ങളാണുള്ളത്. ഒന്ന്, ആദ്യം നമ്മൾ കാണുന്ന ഒരു ചിത്രമായിരിക്കാം, അല്ലെങ്കിൽ ഒരു തോന്നലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ശബ്ദമായിരിക്കാം. പക്ഷെ അതിൻ്റെ എല്ലാം വ്യാഖ്യാനം വേണം, എങ്കിൽ മാത്രമേ അതിൻ്റെ കൃത്യമായ അർത്ഥം മനസ്സിലാകുകയുള്ളൂ. അത് വേർഡ് ഓഫ് വിസ്ഡം, അത് ജ്ഞാനത്തിൻ്റെ വചനം അല്ലെങ്കിൽ വിവേകത്തിൻ്റെ വചനം എന്ന് പറയും. നവീകരണത്തിലെ ഏറ്റവും നമ്മളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നതാണ് ഈ ദർശനവരങ്ങൾ. ദർശനം പെട്ടെന്ന് കിട്ടും. ഇപ്പം മിക്കവാറും എല്ലാവർക്കും ഇപ്പോൾ ചിലപ്പോൾ ദർശനം കിട്ടിയേക്കും, ശബ്ദം കേട്ടേക്കും. പക്ഷെ അതിൻ്റെ വിവേചനം ആണ് കൂടുതൽ
വലിയ ഒരു വരം. അപ്പോൾ അതിന് നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കണം. ദൈവമേ, അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ നമ്മൾ കണ്ടു, ഒരു വയൽ കണ്ടു. ഒരു വയൽ കാണുന്നുണ്ടല്ലോ, വേണമെങ്കിൽ ഒരു വയലങ്ങ് മേടിച്ചോളാം. വയൽ മേടിക്കാൻ സന്ദേശം തരുന്നതാണെന്ന് വിചാരിക്കരുത്. ഒരാളിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ 2 ബോട്ട് കണ്ടു. അയാൾ പറഞ്ഞു, കർത്താവ് 2 ബോട്ട് കാണിച്ചു തരുന്നുണ്ട്, നിങ്ങൾ 2 ബോട്ട് മേടിക്കാൻ. ഇയാൾ പറഞ്ഞു, അയ്യോ എനിക്ക് ബോട്ട് കൃഷി അല്ലെങ്കിൽ മത്സ്യബന്ധനം എനിക്ക് അറിയില്ല, അതൊന്നും കൊണ്ട് കഴിയില്ല, കർത്താവ് സന്ദേശം തരികയാണ്. ഇയാൾ അവസാനം ബാങ്ക് ലോൺ എടുത്ത് 2 ബോട്ട് മേടിച്ചു. എന്നിട്ട് ആ ബോട്ട് പ്രവർത്തിക്കുന്നില്ല. 2 വർഷത്തോളം കഴിഞ്ഞു. ബാങ്കിലെ ലോണിൻ്റെ പലിശയ്ക്ക് പലിശാകാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ആ ദേശത്ത് ചെല്ലാനിടയായപ്പോൾ ഇയാൾ വന്ന് പറഞ്ഞു, സാറൊന്ന് പ്രാർത്ഥിച്ചു നോക്കി, എന്താ എൻ്റെ ബോട്ട് പ്രവർത്തിക്കാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അത് അങ്ങനെ ദർശനപരമൊക്കെ വെച്ച് പ്രാർത്ഥിക്കാവേണ്ടതല്ല, ഞാൻ പ്രാർത്ഥിക്കാം. അല്ലല്ല, അതെന്താ അങ്ങനെ പറയണേ? സാറിനെ പോലെയുള്ള ഒരാൾ പ്രാർത്ഥിച്ച് സന്ദേശം കർത്താവ് തന്നതനുസരിച്ചിട്ടാണ് ഞാൻ ബോട്ട് മേടിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ദിവസങ്ങളിലെ വായനകളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. ആത്മീയ വരങ്ങൾ ആത്മീയ ദാനങ്ങൾക്ക് വേണ്ടിയാണ്. മിനിയാന്നത്തെ ലേഖന ഭാഗം അതായിരുന്നു. പൗലോസ് ശ്ലീഹ, മനസ്സിലായോ? ദർശന വരങ്ങൾ, ആത്മാവിൻ്റെ വരങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ്? അതാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. വിസ കിട്ടിയോന്ന് ചോദിക്കാനോ, സ്ഥലം വാങ്ങിക്കണോ, ഫാക്ടറി അവിടെ പണിയണോ, ഇതൊന്നിനും ദർശനവരം വെച്ച് ദർശനം കിട്ടുമായിരിക്കും, പക്ഷെ അതിൻ്റെ അർത്ഥം ആത്മീയ അർത്ഥമായിരിക്കും. ഇയാൾ 2 ബോട്ട് കണ്ടു, ബോട്ട് മേടിക്കാൻ പറഞ്ഞു, ബോട്ട് മേടിച്ചു, പക്ഷെ ബോട്ട് വർക്ക് ചെയ്യണില്ല. അങ്ങനെ ഇയാൾ ഭയങ്കര പ്രശ്നത്തിലായപ്പോൾ എന്നെ കാണാനിടയായി, ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ബോട്ട് മേടിക്കാനല്ല അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അർത്ഥം ആത്മീയ ദാനങ്ങൾ ആത്മീയ കാര്യങ്ങൾക്ക്. 1 കൊറിന്ത്യർ 14:26 മിനിയാന്നത്തെ ലേഖന ഭാഗമായിരുന്നു അതിവിടെ നമുക്കുള്ളത്. 14:26 നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങൾക്കൊരു ദർശനമോ ഒരു സാരോപദേശമോ ഒരു സങ്കീർത്തനമോ. ആകയാൽ എന്ത് വേണം? നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇതെല്ലാം ആത്മീയ ഉത്കർഷത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുവിൻ. ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കണം, ബോട്ടിൻ്റെ കാര്യം തീർക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് അതിൻ്റെ വ്യാഖ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കൂ. പെട്ടെന്ന് ബോട്ട് വിടല്ലേ. ബോട്ടിൽ കയറിയോ? ഞാൻ പറഞ്ഞു, നമുക്ക് അതിൻ്റെ വ്യാഖ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ അത് രണ്ടാമത് പ്രാർത്ഥിക്കണം. ദർശനം കണ്ടു, 2 ബോട്ട് കണ്ടു. ഉടനെ നമ്മുടെ ബുദ്ധിയിൽ ഒരു രൂപം ഉണ്ടാകരുത്, ബോട്ട് മേടിക്കണം നന്നായിരിക്കും. ഒന്നും ചിന്തിക്കരുത്. നമ്മുടെ ബ്രെയിൻ ഫ്രീസ് ചെയ്യുക. നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് എന്താണ് ഇതിൻ്റെ അർത്ഥം? അത് നമ്മുടെ ഉള്ളിലുള്ള ഒരാശയവുമായിട്ട് ബന്ധപ്പെടാത്തതല്ലാത്ത ഒരു ജ്ഞാനം നമുക്ക് കിട്ടുകയാണ് ആ സമയത്ത്. അതൊരു വേറൊരു വരമാണത്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവ് ഈ 2 ബോട്ട് കണ്ടതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ച് തരണേ. വ്യാഖ്യാനിച്ചപ്പോൾ ഉടനെ പരിശുദ്ധാത്മാവ് പറയാണ്, ഇയാൾ 2 ബോട്ടിലാണ് കാല് വെച്ചിരിക്കുന്നത്. ഇത് കേട്ടപടി ഇയാൾ അത് ശരിയാണ് ബ്രദറേ കണ്ടോ. അപ്പോൾ അത് ശരിക്കും മനസ്സിലായ ആൾക്ക്. അത് കഴിഞ്ഞിട്ട് അയാൾ കരയാൻ തുടങ്ങി, എൻ്റെ ബ്രദറേ, ഞാനിവിടുത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ഒരു ലീഡറൊക്കെ ആണെങ്കിലും എനിക്ക് പോണ്ടിച്ചേരിയിൽ ഒരു ബ്രാൻഡ് ഷാപ്പുണ്ട്. മനസ്സിലായി? അതാണ് ഈ 2 ബോട്ട്. അപ്പോൾ എന്ത് വേണമെന്നാണ് ഇപ്പോൾ കർത്താവ് അദ്ദേഹത്തിനോട് പറയുന്നത്? ആ ബ്രാൻഡ് ഷാപ്പ് നിർത്തണം. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഒരു സഹോദരി ഇതേമാതിരി പ്രാർത്ഥിച്ചപ്പോൾ കണ്ടു, അവർ ശവപ്പെട്ടിയിലിങ്ങനെ കിടക്കണത്, മരിച്ച് കിടക്കണത്. അപ്പോൾ പറഞ്ഞു, എന്നാൽ ഇത്രയും നല്ലൊരു ധ്യാനം കൂടി ഒരുങ്ങിയത് നന്നായി. അതെന്താ? അല്ല, എന്നായാലും നമ്മളൊക്കെ പോകും, ഒരു ധ്യാനം കൂടി ഒരുങ്ങി മരിക്കണതല്ലേ നല്ലത്. അതെന്താ സഹോദരി അങ്ങനെ പറയണേ?
ഞാൻ കണ്ട കാര്യം അങ്ങ് പറഞ്ഞേക്കാം. ഞാൻ കാണുന്നത് നിങ്ങൾ മരിച്ചു കിടക്കണതാണ്, അതുകൊണ്ട് ഉടനെ നിങ്ങൾ മരിക്കും. ഇതോടുകൂടി പാവിട്ട് കരയാത്തോട് അയ്യോ എനിക്ക് മരിക്കണ്ട, എനിക്ക് കൊച്ചു പിള്ളേരുണ്ട്, ഇതാണ് എൻ്റെ പിള്ളേരുടെ കല്യാണം നടത്തണതാണ്, ഞാൻ ഈ ധ്യാനത്തിന് വന്നത് അവതായോ ഭയങ്കര കരച്ചിലായി. അപ്പം ഞാൻ ഓടിച്ചത് എന്ത് പറ്റി, ഇവർക്ക് ദർശനത്തിൽ കാണുന്നു ഞാൻ മരിച്ചതായിട്ട്. ഞാൻ പറഞ്ഞു അതെങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി മരിച്ചതാന്ന് മരിക്കുമെന്ന്? അത് മനസ്സിലാക്കാൻ എന്തുള്ളൂ, ശവപ്പെട്ടിയിൽ കിടക്കണം, അത് വ്യാഖ്യാനിക്കണം. അതിൻ്റെ അർത്ഥം ഇത് വ്യാഖ്യാനിക്കാൻ എന്തുള്ളത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്, വ്യാഖ്യാനിക്കാനൊന്നുമില്ല. ആള് മരിച്ച് ശവപ്പെട്ടിയിൽ കിടക്കണം, ഇനി വ്യാഖ്യാനിക്കാൻ എന്തുള്ളേ? ഒരു സംശയമില്ല, ക്ലിയറാണ്. ശരിക്കും ആള് തന്നെ കിടക്കണേ, മനസ്സിലാവുന്നുണ്ടോ? ഉദാഹരണം. അപ്പോൾ അങ്ങനെയല്ല, അതിനെ വീണ്ടും ഒന്ന് പരിശുദ്ധാത്മാവിനോടൊന്ന് പ്രാർത്ഥിച്ച് നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും എനിക്കറിയാൻ പാടില്ല, ഇനി എന്താ ഇത്രയും വരെ കണ്ടു, അതാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഈ മരിച്ചു കിടക്കുന്നത് ആരാ? പഴയ മനുഷ്യനാണ്. പഴയ മനുഷ്യനെ പെട്ടിയിലാക്കി വിട്ടു. ഇത് ഇനി ഇവിടെ നിൽക്കുന്ന ആരാ? പുതിയ മനുഷ്യൻ. ഒരു സമാധാനം, നിങ്ങൾക്ക് തന്നെ സമാധാനം തോന്നുന്നുണ്ടോ? അതാണ് അവന് ആ പരിശുദ്ധാത്മാവ് അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ തന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സമാധാനം വരും. സമാധാനം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സന്ദേശത്തിൽ എന്തോ പൂർണ്ണതയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. നമ്മൾ ഈ ജ്ഞാനത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചു. വരദാനങ്ങളെല്ലാം നമ്മളിലുണ്ട്, അത് തുറക്കപ്പെടുകയും അത് പ്രാക്ടീസ് ചെയ്യണം പല പ്രാവശ്യം. അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ പ്രാക്ടീസാണ് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആക്ച്വലി 3 പ്രാവശ്യം ചെയ്യണത്. ആദ്യം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് സന്ദേശങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടും, അത് ആദ്യം ഇവിടെ വന്ന് പെട്ടെന്നൊന്ന് പറയണം. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അങ്ങനെയാണെങ്കിൽ അതെനിക്ക് കിട്ടിയല്ലോ, അങ്ങനെ ഒരു ക്ലാരിറ്റി കിട്ടും. അത് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം കൂടി നിങ്ങളത് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ അകത്ത് ഇത് ഇങ്ങനെ പുഷ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും. യെസ്, സ്റ്റാർട്ട്.